കോൺഗ്രസ് എം പി ശശി തരൂരിനെ അകറ്റി നിർത്തി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയില്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂരിനെ ഒരു പരിപാടിയിലും ഉൾപ്പെടുത്തിയില്ല. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, നേരത്തെ തന്നെ അറിയാം, നേതൃത്വവുമായി സ്വരച്ചർച്ചയിലല്ല ശശി തരൂർ. ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത് വിദേശ പര്യടനം തന്നെയായിരിക്കും. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കാൻ ഉന്നതതല സംഘത്തെ വിദേശത്തേക്ക് അയച്ചിരുന്നു. അതിലൊരു സംഘത്തെ നയിച്ചത് ശശി തരൂരാണ്. ശശി തരൂരും നരേന്ദ്രമോദിയും കൂടുതൽ അടുക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിൽ ആണോ ശശി തരൂരിനെ ഈ നിലമ്പൂരിലെ പ്രചരണത്തിൽ നിന്നടക്കം മാറ്റി നിർത്തിയത്? കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ശശി തരൂർ പ്രത്യേകത തന്നെയായിരുന്നു. കാരണം കോൺഗ്രസിന്റെ കാലത്തും ശശി തരൂർ ഒരു തലവേദന തന്നെയായിരുന്നു. കാരണം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നേതൃത്വത്തെ പൂർണ്ണമായും ഞെട്ടിച്ചുകൊണ്ടാണ് മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ ശശി തരൂർ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും ശശി തരൂരിന്റെ ആ നിലപാടിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു മത്സരത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ പല കാരണങ്ങളാൽ ശശി തരൂരിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ദേശീയ നേതൃത്വം ശശി തരൂരിനെ ദേശീയ പ്രവർത്തക സമിതി അംഗത്വമായി ഉൾപ്പെടുത്തിയത്. അപ്പോൾ കേരളത്തിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഉണ്ട്. അതിന് പുറമെയായി 4 പേരാണ് കേരളത്തിൽ നിന്നും ദേശീയ പ്രവർത്തക സമിതിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 1 AK ആന്റണി, 2 ശശി തരൂർ, 3 രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും. അവർ രണ്ടുപേരും പ്രത്യേക ക്ഷണിതാക്കളായിട്ടാണ് അന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നത്. പിന്നീട് ഏറ്റവും അവസാനം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയ K സുധാകരനെ ദേശീയ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയ ഒരു സമവാക്യമുണ്ട്. അങ്ങനെ അത്രയും ദേശീയ നേതൃത്വത്തിലേക്ക് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരെ മുഴുവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രചരണ പരിപാടികളിലും കുടുംബയോഗങ്ങളിലും എല്ലാം തന്നെ കോൺഗ്രസും UDFും എല്ലാം തന്നെ പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. ഈ കൊടിക്കുന്നിൽ സുരേഷ് പങ്കെടുത്തു. K സുധാകരൻ പങ്കെടുത്തു. KC വേണുഗോപാൽ പങ്കെടുത്തു. അനാരോഗ്യം കാരണം കൊണ്ട് പങ്കെടുക്കാതിരുന്ന ഏക പ്രവർത്തക സമിതി അംഗമെന്ന് പറയുന്നത് അത് AK ആന്റണി മാത്രമാണ്. മുഴുവൻ ബാക്കി KPCC ഭാരവാഹികളാകട്ടെ, മറ്റു 14 ജില്ലകളിൽ നിന്നുള്ള DCC ഭാരവാഹികളാകട്ടെ, പോഷക സംഘടനകളുടെ ഭാരവാഹികളാകട്ടെ, അങ്ങനെ മുഴുവൻ നേതൃത്വത്തിൻ്റെ ആൾക്കാരും, കോൺഗ്രസിൻ്റെയും UDF MLAമാർ, UDFിൻ്റെ MPമാരടക്കമുള്ള മുഴുവൻ നേതാക്കളെയും നിലമ്പൂരിലേക്ക് എത്തിക്കുകയും പ്രചരണ പരിപാടികൾക്ക് പഞ്ചായത്ത് തലം മുതൽ ചുമതല കൊടുത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനിടെ ാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വിദേശ പര്യടനത്തിന് പോവുകയും രാജ്യ താൽപര്യം മുൻനിർത്തുകയും രാജ്യത്തിന്റെ അഭിപ്രായം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തു എന്ന ഒരു ആരോപണം വലിയ രീതിയിലാണ് അത് ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വിദേശത്തേക്ക് പോകാൻ വേണ്ടി നൽകിയ പട്ടികയിൽ ശശി തരൂരിന്റെ പേരില്ലായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ശശി തരൂരിനെ ആവശ്യപ്പെടുകയും ശശി തരൂരിനെ ഒരു ടീമിന്റെ ക്യാപ്റ്റനാക്കി തീരുമാനിക്കുകയും വിദേശത്തേക്ക് അയക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. ആ ഘട്ടത്തിൽ വിദേശത്തേക്ക് പോകുമ്പോൾ പോലും ഞാൻ രാജ്യത്തിന്റെ കാര്യം പറയാനാണ് വന്നത് എന്ന നിലപാട് തന്നെയായിരുന്നു ശശി തരൂർ ഉടനീളം സ്വീകരിക്കുക എന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ കോൺഗ്രസ് അതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന കോൺഗ്രസ് അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അഖിലേന്ത്യാ നേതൃത്വം ഒക്കെ തന്നെ അതിൽ അഭിപ്രായം പറയട്ടെ എന്ന് പലതവണ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എല്ലാം തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ തിരികെ രാജ്യത്തെത്തിയ ശശി തരൂർ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനോട് ആവശ്യപ്പെടുമ്പോൾ പോലും അതും സംബന്ധിച്ചില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള ദേശീയ പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അല്പസമയം മുമ്പാണ് BJP നേതാവ് PK കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർത്തു പറഞ്ഞത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ആകട്ടെ LDF ആകട്ടെ വർഗീയ ശക്തികളുമായി അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുമായി സഖ്യം ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ കൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യ താൽപര്യം ഉയർത്തിക്കാട്ടുന്ന ചില രാഷ്ട്രീയ നേതാക്കളെ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊണ്ടുവരാൻ സാധിക്കാത്തത്. അത് പ്രധാനമായും UDFന് ഇത്തരത്തിലുള്ള ആൾക്കാരെ, ശശി തരൂരിനെ പോലെ അടക്കമുള്ള രാജ്യ താൽപര്യം ഉയർത്തിക്കാട്ടുന്ന, രാജ്യസ്നേഹം പറയുന്ന ചില നേതാക്കളെയൊക്കെ
തന്നെ കൊണ്ടുവരാൻ കഴിയാത്തത് എന്ന ഒരു ആരോപണം ഇപ്പോൾ തന്നെ BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും, UDF നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനിൽ നമ്പ്യാർ.